തുറക്കണേ, ആത്മാവിൻ ശക്തി നൽകണമേ, വേഗം വരണമേ, സ്നേഹം പകരണമേ, ആത്മാവിലൊന്നു തൊടണമേ. ആരാധനയെ യേശുവേ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സങ്കീർത്തനം 18:1. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സെഹിയോൻ ധ്യാനകേന്ദ്രം ഒരുക്കുന്ന വചന ശുശ്രൂഷയിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സേവർക്കാൻ വട്ടാരച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മൾ കേട്ട വചനം 18-ാം സങ്കീർത്തനത്തിൽ 1-ാമത്തെ തിരുലിഖിതമാണ്. കർത്താവേ, എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിലുള്ള എല്ലാ തരത്തിലുള്ള കാര്യങ്ങളുടെയും എല്ലാ ശക്തികളുടെയും ഉറവിടം ദൈവമാണ്. ഹല്ലേലൂയ. എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ നാളുകളിൽ ഈ സഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന ധ്യാനം കൂടി ഇങ്ങനെ ശക്തിയുടെ ഉറവിടമായ കർത്താവിനെ സ്നേഹിച്ച ഒരു ദൈവ പൈതൽ അനുഭവം ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് സെബാസ്റ്റ്യൻ ആൻ്റണി. മഠത്തിൽ കൊഴിഞ്ഞൂർ വീട്ടുപേര്. ചെറുപുഴയാണ് സ്ഥലം. ഞാൻ കഴിഞ്ഞ 6 വർഷമായി സൗദിയിൽ ജോലി ചെയ്ത് വരികയാണ്. ഈ കഴിഞ്ഞ 2011 സെപ്റ്റംബർ 15 ലീവിന് വന്ന നാൾ മുതൽ എനിക്ക് ഒരു ധ്യാനം കൂടണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി തുടങ്ങി. ഇതിനു മുൻപ് ഞാൻ ഇടവക ധ്യാനം പോലും കൂടിയിട്ടില്ല. ഞായറാഴ്ച ദിവസങ്ങളിൽ പള്ളിയിൽ പോകുന്ന പരിപാടി ഒഴിച്ച് മറ്റൊന്നുമില്ലായിരുന്നു. പിന്നെ എൻ്റെ മക്കൾ 3 പേരാണ്. അവരിൽ 2 പേർ ഇരട്ടകളാണ്. അവരെ കൃത്യമായി ഞാൻ പള്ളിയിൽ വിടും, വേദപാഠത്തിനും വിടും. അങ്ങനെ ഒരു നാൾ എനിക്ക് പരിചയമുള്ളൊരു സിസ്റ്റർ ധ്യാനത്തെപ്പറ്റി പറഞ്ഞപ്പോൾ സെഹിയോൻ ധ്യാന കേന്ദ്രത്തെ പറഞ്ഞു. അങ്ങനെ സിസ്റ്റർ ഇവിടെ ധ്യാനത്തിന് ബുക്ക് ചെയ്ത്. അവരുടെ നന്ദി പറഞ്ഞറിയിക്കാൻ വയ്യ. കർത്താവ് അവരുടെ വഴികളിൽ എന്നും അവർക്ക് പ്രകാശം പരത്തട്ടെ. ഞാൻ ഇവിടെ ധ്യാനം കൂടാൻ വേണ്ടി 2011 നവംബർ 15 എത്തി. അപ്പോൾ എൻ്റെ വീട്ടിലും എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൽ പ്രധാനം എൻ്റെ ഭാര്യ ജെസിക്ക് വേരിക്കോസ് വന്നിട്ട് മുട്ടുകാലിൽ ഞരമ്പുകൾ കൊണ്ട് ഒരു മുഴയുണ്ടായിരുന്നു. പള്ളിയിൽ പോകാനോ മുട്ടുകുത്തി നിൽക്കാനോ ഭയങ്കരമായി പ്രയാസമായിരുന്നു. അതിലും ഭയങ്കരം അവളുടെ തൊണ്ടയ്ക്ക് തൈറോയിഡിൻ്റെ മുഴയുമുണ്ടായിരുന്നു. തൊണ്ടയിലുള്ള മുഴ ഞങ്ങൾ ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടറെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഓപ്പറേഷൻ കൂടാതെ ഇത് മാറില്ല എന്ന്. ഞങ്ങൾ സ്കാൻ ചെയ്തു, എക്സ്റേ എടുത്തു, ബ്ലഡ് ചെക്ക് ചെയ്തു. അപ്പോഴെല്ലാം ഉറപ്പിച്ച ഡോക്ടർമാർ പറഞ്ഞ് ഓപ്പറേഷൻ ചെയ്യണമെന്ന്. ഇതായിരുന്നു അവളുടെ പ്രശ്നം. 13-ാം തീയതി ഞാൻ വന്ന് ധ്യാനം കൂടാൻ തുടങ്ങി. 15-ാം തീയതി ബിനോയ് അച്ഛൻ സ്തുതിപ്പിൻ്റെ സമയത്ത് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. വീട്ടിലുള്ളവർക്കും അറിയാവുന്ന എല്ലാവർക്കും വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ സമയത്ത് ഞാൻ എൻ്റെ ഭാര്യ ജെസിക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ഞാൻ ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ കഴുത്തിൽ നോക്കാൻ പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ ഡോക്ടർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞിരുന്ന മുഴ കർത്താവ് അവളുടെ കഴുത്തിൽ നീക്കം ചെയ്തിരുന്നു. മാത്രമല്ല, കാലിൻ്റെ മുട്ടിലുണ്ടായിരുന്ന വേരിക്കോസ് വെയിൻ്റെ ആ മുഴയും കർത്താവ് പരിപൂർണമായിട്ട് മാറ്റി. യേശു ഞങ്ങൾക്ക് തന്ന അനുഗ്രഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇപ്പോൾ മാസങ്ങൾ പലത് കഴിഞ്ഞു, ഒരു കുഴപ്പമില്ല. ഡോക്ടറെ കാണാൻ പോയിരുന്നു. അതിന് പേരിൽ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് അറിയിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭർത്താവ് വന്ന് ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ വീട്ടിലിരിക്കുന്ന ഭാര്യയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. വീട്ടിലിരുന്ന ഭാര്യ ധ്യാനം കൂട്ടിയില്ല, കർത്താവ് സെക്കൻഡ് സൗഖ്യപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ശക്തിയുടെ ഉറവിടമേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പോൾ ഈ വചന ശുശ്രൂഷ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ
നമ്മൾ തന്നെ വീട്ടിലിരുന്നാണ് വചന ശുശ്രൂഷ സംബന്ധിക്കുന്നെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കൂട്ടാളികളെ കൂടെ, നിങ്ങളുടെ ബന്ധുക്കളെ, സ്വന്തക്കളെയും കൂടെ ഒന്ന് വിവരം അറിയിക്കുക. അല്ലെങ്കിൽ അവർക്ക് കാണാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ നിങ്ങൾ മനസ്സുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരാൾ വചനം കേൾക്കുമ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട അനേകം വ്യക്തികളിലേക്ക് തൻ്റെ ശക്തി പ്രകടിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. ഇപ്പോൾ വചന ശുശ്രൂഷ ആമുഖമായി നമ്മളൊന്ന് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോകാൻ സാധിക്കുന്ന എല്ലാവരും ഇപ്പോൾ ആയിരിക്കുന്ന സ്ഥലത്ത് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് ശക്തിയുടെ ഉറവിടമായ കർത്താവിനെ ശക്തിയോടെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി, ഓ പരിശുദ്ധാത്മാവേ, ഒരു പുതിയ ശക്തി, ഒരു പുതിയ അഭിഷേകം ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളിലേക്ക് ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, രോഗികളുണ്ട്, ഭാരങ്ങളുള്ളവരുണ്ട്, തടസ്സങ്ങളുള്ളവരുണ്ട്, പ്രാർത്ഥിക്കാൻ കഴിയാത്തവരുണ്ട്, പലവിധ കലുഷിതമായ പ്രശ്നങ്ങളിലൂടെ വ്യാപരിക്കുന്നവരുണ്ട്. അവരിലേക്ക് എല്ലാ പരിശുദ്ധാത്മ ശക്തി അയക്കണമേ. രണ്ട് കരങ്ങൾ നിർത്തി അതിരോഹൃദയം ഒരുപോലെ തുറന്ന് ശക്തിയുടെ ഉറവിടമായ ദൈവം തൻ്റെ ശക്തി പ്രകടിപ്പിക്കുമാറ് ഹൃദയ തുറവയോടെ ഉറക്കെ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, 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 ആരാധന. ഓ കർത്താവേ, ക്ഷീണമുള്ള ശരീരത്തിലേക്ക് ഇപ്പോൾ അവിടുന്ന് നേരിട്ട് കരങ്ങൾ വെച്ച് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സേവർക്കാൻ വട്ടാലിച്ചൻ്റെ ആത്മീയ കൂട്ടായ്മയിൽ ഇപ്പോൾ സഖിയോന്റെ ബലിപീഠത്തിന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ഓരോ രോഗികളെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മനസ്സ് തകർന്ന് കടബാധിത രോഗങ്ങൾ, ക്യാൻസർ, ദുർദർശനങ്ങൾ, മക്കളെ കുറിച്ചുള്ള വേദന, ഇതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്കും ഓ മാലാഖമാർ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടാരികളെ ബന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ കർത്താവേ, ഈ വചന ശുശ്രൂഷയുള്ള എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ വിട്ടുപോട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന. ഓ പരിശുദ്ധ അമ്മയെ, ഇപ്പോൾ ഈ കൂട്ടായ്മയിലോ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലിരിക്കുന്ന ഓരോ ദൈവവൈദ്യരുടെ ജീവിതത്തിലേക്ക് തീ നാവായ അഗ്നി അഭിഷേകം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ദൈവഹിതം നിറവേറ്റാൻ വചനം പറയുക. ഹല്ലേലൂയ. ജോബിൻ്റെ പുസ്തകത്തിൽ 23-ാമത്തെ അധ്യായത്തിൻ്റെ 14-ാമത്തെ തിരുലിഖിതം, എനിക്കായി നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് നിറവേറ്റും, അങ്ങനെയുള്ള പലതും അവിടുത്തെ മനസ്സിലുണ്ട്. ഹല്ലേലൂയ. ജോബ് പറയാണ്, എനിക്കായി ദൈവം നിശ്ചയിച്ചിട്ടുള്ളത് അവിടുന്ന് നിറവേറ്റും, അങ്ങനെയുള്ള പലതും എന്നെക്കുറിച്ച് അവിടുത്തെ മനസ്സിലുണ്ട്. പ്രിയപ്പെട്ട ദൈവവൈതലേ, നമ്മളെക്കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് ചില നിശ്ചയങ്ങളുണ്ട്, ദൈവത്തിന് ചില കാഴ്ചപ്പാടുകളുണ്ട്, ദൈവത്തിന് ചില പദ്ധതികളുണ്ട്. കർത്താവിൻ്റെ മനസ്സിൽ ഒരുപാട് കണക്കുകൂട്ടലുകളുണ്ട്. ഇപ്പം നമുക്കറിയാം, നമുക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ കൊച്ചിനെ കുറിച്ച് ഒരുപാട് കണക്കുകൂട്ടലുകൾ മനസ്സിലുണ്ട്. ഈ കുട്ടി വളർന്ന് വലുതാകണം, ഇവൻ്റെ വിദ്യാഭ്യാസം, ഇവൻ്റെ ഒരു നിലയിലെത്തിക്കണം. ഒരപ്പനും അമ്മയ്ക്ക് ചില കണക്കുകൂട്ടലുകളുണ്ട്. ഒരു സ്ഥാപനം നടത്തുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ചില പദ്ധതികളുണ്ട്, ചില കണക്കുകൂട്ടലുണ്ട്. ആരോടും പറയാത്ത ചില കാര്യങ്ങൾ മനസ്സിൽ കരുതും. എൻ്റെ കൊച്ച് ഇങ്ങനെ ഒരു അവസ്ഥയിലെത്തണം, അതൊക്കെ മാതാപിതാക്കളുടെ ആഗ്രഹമാണ് എന്ന് പറയുന്നത് പോലെ ദൈവപിതാവിന് തൻ്റെ പൊന്നോമനകളെ കുറിച്ച് ഓരോരുത്തരെ കുറിച്ചും ചില കണക്കുകൂട്ടലുകളുണ്ട്, ചില നിശ്ചയങ്ങളുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ദൈവം നമുക്കായി നിറവേറ്റി തരുമെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. അതാണ് യേശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 25-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ തിരുലിഖിതം, പണ്ട് തന്നെ നിരൂപിച്ചതും വിശ്വസ്തവും സത്യസന്ധവുമായ വൻ കാര്യങ്ങൾ അങ്ങ് നിറവേറ്റിയിരിക്കുന്നു. ഈ ലോക സ്ഥാപനത്തിന് തന്നെ പണ്ട് തന്നെ നിരൂപിച്ചതും വിശ്വസ്തവും സത്യസന്ധവുമായ വൻ കാര്യങ്ങൾ അവിടുന്ന് നിറവേറ്റിയിരിക്കുന്നു. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹൃദയം തുറന്ന് ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെക്കുറിച്ചുള്ള ഒരുപാട് ദൈവത്തിൻ്റെ സങ്കല്പങ്ങളും ദൈവത്തിൻ്റെ പദ്ധതികളും നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് നിറവേറ്റും. അതിനെക്കുറിച്ച് സംശയിക്കരുത്. അതാണ് ദിനവൃത്താന്തത്തിൻ്റെ 1-ാമത്തെ പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായത്തിൽ ദാവീദ് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് ഇതേ കാര്യം തന്നെ. കർത്താവേ, ഈ ദാസന് വേണ്ടി ഈ വലിയ കാര്യങ്ങളെല്ലാം അവിടുന്ന് സ്വമനസ ചെയ്തിരിക്കുന്നു, അവ പ്രസിദ്ധമാക്കുകയും ചെയ്തിരിക്കുന്നു. കർത്താവേ, അങ്ങയെപ്പോലെ മറ്റൊരു ദൈവത്തെ പറ്റി ഞങ്ങൾ കേട്ടിട്ടില്ല, അങ്ങല്ലാതെ വേറെ ദൈവമില്ല. ദാവീദ് ആനന്ദത്തോടെ സന്തോഷത്തോടെ പറയുകയാണ്, ദൈവമേ,
അങ്ങനെ മനസ്സിൽ എന്നെക്കുറിച്ച് ഒരുപാട് നിശ്ചയങ്ങളുണ്ടായിരുന്നു. ഇതാ അങ്ങ് അതെല്ലാം ഈ ദാസന് വേണ്ടി നിറവേറ്റിയിരിക്കുന്നു, അവിടുന്ന് പ്രസിദ്ധമാക്കിയിരിക്കുന്നു. അങ്ങല്ലാതെ വേറെ ഒരു ദൈവവുമില്ല. ഉറക്കെ പറയാം ഹല്ലേലൂയ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. അഭിമാനത്തോടെ പറയണം ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് നമ്മളെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ച് ദൈവത്തിന് ചില നിശ്ചയങ്ങൾ, ദൈവത്തിന് ചില പദ്ധതികളും ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ദൈവത്തിൻ്റെ നിശ്ചയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറാൻ വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് വചനം നമ്മളെ അനുശാസിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ നമ്മളെക്കുറിച്ച് നിശ്ചയം നിറവേറ്റാൻ വേണ്ടി എഴുതപ്പെട്ട ചില വചനങ്ങൾ നീ ഉറക്കെ പ്രഖ്യാപിക്കണം. ആ നിശ്ചയങ്ങൾ അതുവഴി നിറവേറും എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. ഇത് നമ്മൾ കാണുന്നത് ദാവീദിന്റെ ജീവിതത്തോട് ബന്ധപ്പെടുത്തി തന്നെയാണ് കാണുന്നത്. വീണ്ടും ആ ദിനവൃത്താന്തത്തിന്റെ 1-ാമത്തെ പുസ്തകത്തിൽ 17-ാമത്തെ അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ ദാവീദ് ഇപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്: കർത്താവേ, ഈ ദാസനെയും കുടുംബത്തെയും സംബന്ധിക്കുന്ന അങ്ങയുടെ വാക്ക് എന്നേക്കും നിലനിൽക്കട്ടെ. അരുളി ചെയ്തതുപോലെ അവിടുന്ന് പ്രവർത്തിക്കണമേ, അരുളി ചെയ്തതുപോലെ അവിടുന്ന് പ്രവർത്തിക്കണമേ. അപ്പം നിന്നെക്കുറിച്ച് ചില ദൈവഹിതം കർത്താവ് നിനക്ക് തന്നെയോ മറ്റുള്ളവരോട് ഒരുപക്ഷെ വെളിപ്പെടുത്തി തന്നിട്ടുണ്ടാവാം. ഒരുപക്ഷെ അച്ഛൻ നിന്നോട് പ്രാർത്ഥിച്ച് പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് വെളിപ്പെടുത്തിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ മാതാപിതാക്കന്മാരോട് പറഞ്ഞിട്ടുണ്ടാവാം, വികാരിച്ച് നിന്നോട് പറഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് തരത്തിൽ പരിശുദ്ധാത്മാരുടെ പ്രചോദനമുള്ള വ്യക്തികളോടെ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള ചില നിശ്ചയങ്ങൾ പരിശുദ്ധാത്മ വെളിപ്പെടുത്തിയിട്ടുണ്ടാവാം. പ്രിയപ്പെട്ട ദൈവപൈതലേ, നീ എന്ത് ചെയ്യണമെന്നറിയോ? ഈ ദൈവം നിറവേറ്റി വന്ന് നിശ്ചയിച്ചിരിക്കുന്ന കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് ദാവീദ് പറയുന്നത്, അരുളി ചെയ്തതുപോലെ അവിടുന്ന് പ്രവർത്തിക്കണമേ. അതൊരു പ്രാർത്ഥനയാണ്. അരുളി ചെയ്തതുപോലെ അവിടുന്ന് പ്രവർത്തിക്കണമേ, വെളിപ്പെടുത്തിയതുപോലെ നിറവേറ്റണമേ. ഹല്ലേലൂയ. വീണ്ടും ദാവീദ് എന്താണ് പ്രാർത്ഥിക്കുന്നത്? ദാവീദിനെ കുറിച്ച് എന്താണ് കർത്താവ് വെളിപ്പെടുത്തിയിരുന്നത്? അത് നമ്മൾ കാണുന്നത് അതിൻ്റെ 25 മുതൽ തിരുവചനങ്ങളാണ്. വചനപ്രകാരം പഠിപ്പിക്കുന്നു: എൻ്റെ ദൈവമേ, അവിടുന്ന് ഈ ദാസന് വേണ്ടി ഒരു ഭവനം പണിയുമെന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഈ ദാസൻ ധൈര്യപ്പെടുന്നു. കർത്താവേ, അങ്ങാണ് ദൈവം. ഈ ദാസന് വലിയ നന്മകൾ അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ആകയാൽ അവിടുത്തെ ദാസന്റെ ഭവനത്തെ അനുഗ്രഹിക്കാൻ തിരുമനസ്സാകണമേ. അങ്ങനെ അത് എന്നും അവിടുത്തെ മുൻപിൽ ആയിരിക്കട്ടെ. എന്തെന്നാൽ കർത്താവെ, അങ്ങ് അനുഗ്രഹിച്ചത് എന്നേക്കും അനുഗ്രഹീതമായിരിക്കും. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ദാവീദിനോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നിനക്ക് ഞാനൊരു ഭവനം തരും. ദാവീദിനോട് കർത്താവ് നൽകിയിരിക്കുന്ന ഒരു വെളിപ്പെടുത്തലാണ്, ദൈവത്തിന് നിശ്ചയമാണ്. ഹല്ലേലൂയ. അങ്ങനെ അങ്ങ് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ, അങ്ങ് പണ്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ, ആ വെളിപ്പെടുത്തിയ കാര്യം അങ്ങ് എൻ്റെ മനസ്സിലുള്ളത് കൊണ്ട് ഞാൻ അങ്ങയുടെ സന്നിധിയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ധൈര്യപ്പെടുകയാണ്. ഒരാമുഖം പറയുകയാണ്, കർത്താവേ, ഈ നന്മകൾ അങ്ങ് വാഗ്ദാനം ചെയ്തൊരു കാര്യങ്ങൾ അവിടുന്ന് നിറവേറ്റണമേ, അവിടുന്ന് നിറവേറ്റണമേ. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ചിലപ്പോൾ നിന്റെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നിറവേറ്റുന്നതിനെ കുറിച്ച് ചില സൂചനകൾ നിനക്ക് തന്നിട്ടുണ്ടാവാം. മുഴുവനായിട്ട് ലഭിച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ ചുരുങ്ങി ലഭിച്ചിട്ടുണ്ടാവാം. നിന്നോട് ഇന്ന കാര്യങ്ങൾ സംഭവിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടാവാം. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാരണം സ്നാപക യോഹന്നാൻ ജനിക്കുന്നതിന് മുമ്പ് സ്നാപക യോഹന്നാനിലൂടെ എന്തൊക്കെ സംഭവിക്കുന്നു സഖറിയായ്ക്ക് വെളിപ്പെടുത്തി കൊടുത്തു. സഖറിയ എന്താണ് ചെയ്തത്? ആ വെളിപ്പെടുത്തപ്പെട്ട കാര്യങ്ങൾ നിറവേറുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മയെക്കുറിച്ച് പരിശുദ്ധ അമ്മയോട് ചില കാര്യങ്ങൾ ദൂതൻ വന്ന് പറഞ്ഞു, അത് നിറവേറപ്പെടാൻ വേണ്ടി അവർ പ്രാർത്ഥിച്ചു. മനോവ ദമ്പതികൾക്ക് ഒരു കുഞ്ഞ് പിറക്കുമെന്നുള്ള വാർത്ത ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ ദൂതൻ വന്ന് വെളിപ്പെടുത്തിയപ്പെട്ടപ്പോൾ ആ കുഞ്ഞിനെ കുറിച്ചുള്ള ദൈവത്തിന്റെ നിശ്ചയം നിറവേറാൻ വേണ്ടിയാണ് ആ മാതാപിതാക്കൾ, ആ ഭാര്യയും ഭർത്താവും പ്രാർത്ഥിക്കുന്നത്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവം വെളിപ്പെടുത്തിയ കാര്യങ്ങൾ നിറവേറാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കും. ഹല്ലേലൂയ. അതിന്റെ കാലതാമസങ്ങൾക്ക് വ്യത്യാസങ്ങൾ സംഭവിക്കും. ഇതിനെക്കുറിച്ച് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു വെളിപ്പെടുത്തൽ നമുക്ക് കിട്ടുന്നത് പുറപ്പാടിൻ്റെ പുസ്തകത്തിലാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 32-ാമത്തെ അധ്യായത്തിൻ്റെ 9 മുതൽ 14 വരെയുള്ള തിരുവചനങ്ങൾ. അവിടെ ജനം ഒരുപാട് തരത്തിലുള്ള തെറ്റുകൾ ചെയ്ത് അവർ നശിച്ചു പോകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് നീങ്ങി. മരുഭൂമിയിലൂടെ മോശയുടെ നേതൃത്വത്തിൽ കാനാൻ ദേശം ലക്ഷ്യമാക്കി യാത്ര ചെയ്യുന്ന ജനം പല തരത്തിലുള്ള മേഖലകളിലൂടെ നീങ്ങിക്കഴിഞ്ഞപ്പോൾ അവിടെ മോശ ദൈവത്തോട് ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ആദ്യം മോശയോട് കർത്താവ് ഇങ്ങനെയാണ് പറഞ്ഞത്. 9 മുതൽ തിരുവചനങ്ങൾ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇവർ ദുശാഠ്യക്കാരായ ഒരു ജനമാണെന്ന് ഞാൻ കണ്ടു കഴിഞ്ഞു. അതിനാൽ എന്നെ തടയരുത്. എൻ്റെ ക്രോധം ആളിക്കത്തി അവരെ വിഴുങ്ങിക്കളയട്ടെ. എന്നാൽ നിന്നിൽ നിന്ന് ഒരു വലിയ ജനതയെ ഞാൻ പുറപ്പെടുവിക്കും.
എന്ന് പറഞ്ഞാൽ ഈ ജനം മരുഭൂമിയിൽ വെച്ച പാപം ചെയ്തത് കൊണ്ട് ദൈവം നശിപ്പിക്കുന്നല്ല, അവർ തന്നെ നശിച്ചു പോകുമെന്ന് ദൈവം പറയാണ്. 11 തിരുവചനങ്ങളിൽ അപ്പോൾ മോശ ദൈവമായ കർത്താവിനോട് കാരുണ്യം യാചിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, വലിയ ശക്തിയോടും കരബലത്തോടും കൂടെ അങ്ങ് തന്നെ ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന അങ്ങയുടെ ജനത്തിനെതിരെ അവിടുത്തെ ക്രോധം ജ്വലിക്കുന്നത് എന്തിന്? അവിടുത്തെ ദാസന്മാരായ അബ്രാഹത്തോടും ഇസ്ഹാക്കിനോടും ഇസ്രായേലിനെയും അവിടുന്ന് ഓർക്കണമേ. നിങ്ങളുടെ സന്തതികളെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ ഞാൻ വർദ്ധിപ്പിക്കും. ഞാൻ വാഗ്ദാനം ചെയ്തിട്ടുള്ള ഈ നാട് മുഴുവൻ നിങ്ങളുടെ സന്തതികൾക്ക് ഞാൻ നൽകും. അവർ അത് എന്നേക്കും കൈവശമാക്കുകയും ചെയ്യുമെന്ന് അവിടുന്ന് തന്നെ ശപഥം ചെയ്ത് പറഞ്ഞിട്ടുണ്ടല്ലോ. കർത്താവ് ശാന്തനായി തൻ്റെ ജനത്തിനെതിരായുള്ള തീരുമാനത്തിൽ നിന്ന് അവിടുന്ന് പിന്മാറി എന്ന് പറഞ്ഞാൽ, ജനത്തിൻ്റെ മേൽ വലിയൊരു മഹാമാരി വന്ന് അവർ തകർക്കപ്പെട്ട് തുടങ്ങുമ്പോൾ മോശ എന്ത് ചെയ്തു? മോശ ജനനേതാവാണ്. മോശയോട് ഈ ജനം കാനാൻ ദേശത്ത് എത്തുമെന്ന് അബ്രാഹാം മുതൽ ദൈവം ചില വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്, ചില നിശ്ചയങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ മോശ എന്ത് ചെയ്തു? ആ കാര്യങ്ങളെല്ലാം അനുസ്മരിച്ച് കർത്താവിനെ പ്രാർത്ഥിക്കുകയാണ്. ഓ ദൈവമേ, അങ്ങ് അരുളി ചെയ്ത പണ്ട് കാലം മുതൽ പറഞ്ഞിരിക്കുന്ന ചില സംഗതികളുണ്ട്, ചില കാര്യങ്ങളുണ്ടല്ലോ കർത്താവേ, അതുകൊണ്ട് അങ്ങ് കരുണ കാണിക്കണം, അങ്ങ് പറഞ്ഞതുപോലെ പ്രവർത്തിക്കണമേ, തീരുമാനം മാറ്റരുതേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവാദ്യം അരുളി ചെയ്തതുപോലെ തന്നെ ആ കാര്യങ്ങൾ മുൻപോട്ട് നീങ്ങുന്നത് തുറന്നുള്ള വചനങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് ഈ ബൈബിളിൽ ഒരുപാട് അനുഗ്രഹത്തിന്റെ വചനങ്ങൾ കർത്താവ് നമുക്ക് നൽകിയിട്ടുണ്ട്. അതുപോലെ നമ്മളെ കുറിച്ച് ചില വെളിപ്പെടുത്തലുകൾ കർത്താവ് വ്യക്തിപരമായി നൽകിയിട്ടുണ്ട്. ഈ വ്യക്തിപരമായി നൽകിയിരിക്കുന്ന വെളിപ്പെടുത്തലുകളും അതുപോലെ തന്നെ അരുളി ചെയ്യപ്പെട്ട വചനങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിറവേറപ്പെടാൻ വേണ്ടി നമ്മൾ ധാരാളം സമയത്ത് പ്രാർത്ഥിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആഗ്രഹമാണ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി എന്ന് പറഞ്ഞാൽ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നിറവേറാനും പ്രാർത്ഥിക്കണം, നമുക്ക് വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ നിറവേറാൻ പ്രാർത്ഥിക്കണം. അതുകൂടാതെ ഈ ബൈബിളിൽ എഴുതപ്പെട്ടിരിക്കുന്ന അനുഗ്രഹ വചനങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ നിറവേറപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അതിനെക്കുറിച്ച് കുറച്ചുകൂടെ വെളിച്ചം കിട്ടുന്ന ഒരു വചനഭാഗം സുഭാഷിതങ്ങളുടെ പുസ്തകത്തിലാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ 4-ാമത്തെ അധ്യായത്തിൻ്റെ 20 മുതലുള്ള തിരുവചനങ്ങൾ. അവിടെ വചനം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്: മകനേ, എൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക, എൻ്റെ മൊഴികൾക്ക് ചെവി തരിക. അവ നിന്റെ ദൃഷ്ടിപഥത്തിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കട്ടെ, അവ നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. എന്തെന്നാൽ അവയെ ഉൾക്കൊള്ളുന്നവന് അവ ജീവനും അവൻ്റെ ശരീരത്തിന് ഔഷധവുമാണ് എന്ന് പറഞ്ഞാൽ, വചനത്തെ ഉരുവിടുമ്പോൾ, വചനത്തെ ആവർത്തിക്കുമ്പോൾ അതൊരു മരുന്ന് കഴിക്കുന്നത് പോലെയാണ്, അതൊരു ഔഷധം പോലെയാണെന്നാണ് വചനത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നത്. നമ്മളൊരു മരുന്ന്, ഒരു ഡോക്ടർ ഒരു മരുന്ന് തന്നു, പ്രിസ്ക്രൈബ് ചെയ്ത് അതിന് ഔഷധം തന്നു. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ക്രമപ്രകാരം അത് കഴിക്കാൻ തുടങ്ങും. രാവിലെ കഴിക്കും, ഉച്ചയ്ക്ക് കഴിക്കും, വൈകുന്നേരം കഴിക്കും, ചില മരുന്നുകൾ ഒന്നിടവിട്ട മണിക്കൂറുകൾ കഴിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്ന് പറയുന്നത് പോലെ തിരുവചനങ്ങൾ അരുളി ചെയ്തിരിക്കുന്ന വചനങ്ങൾ ആവർത്തിച്ച് ഉരുവിടുമ്പോൾ ഈ വചനത്തിൻ്റെ ആ ശക്തി നമ്മുടെ ജീവിതത്തിൽ വ്യാപരിക്കുകയും ഈ വചനം ചില കാര്യങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യും. ഇതാ ഒരു വ്യക്തിയുടെ അനുഭവ സാക്ഷ്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇത് ആഷ സെബാസ്റ്റ്യൻ എന്ന് പറഞ്ഞ പാലക്കാട് ഭാഗം നല്ലൊരു കുട്ടി എഴുതിയിരിക്കുന്ന ഒരു സാക്ഷിയാണ്. ആ കുട്ടി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ ഇവിടെ വന്ന് ധ്യാനം കൂടുമ്പോൾ എനിക്ക് ഒരുപാട് അസ്വസ്ഥതകളുണ്ടായിരുന്നു. സക്കറിയ 9:8 വചനപ്രകാരം പ്രാർത്ഥിക്കുവാൻ പറഞ്ഞപ്പോൾ ഞാൻ അതങ്ങ് വിശ്വസിച്ചില്ല. അപ്പോൾ ആ കുട്ടിയോട് പറഞ്ഞു, സക്കറിയ 9:8 അതൊരു ഒരു അനുഗ്രഹത്തിൻ്റെ വചനമാണ്, അത് പറഞ്ഞ് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞു. ഈ കുട്ടിക്ക് അത്ര വിശ്വാസം തോന്നിയില്ല. ധ്യാനത്തിന് ശേഷം എനിക്ക് രോഗങ്ങളോ അസ്വസ്ഥതകളോ ഉണ്ടാകുമ്പോൾ ഞാൻ ഈ വചനം വെച്ച് ഉറക്കെ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ അത് വിട്ടുമാറാൻ തുടങ്ങുന്നു. ധ്യാന പ്രഭാഷണത്തിൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിന് പ്രകൃതി ശക്തികളുടെ മേൽ അധികാരമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അതുപോലെയുള്ള വചനങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ തന്നെ എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് കാണാൻ തുടങ്ങി. എൻ്റെ പാസ്പോർട്ടിന് ആവശ്യമായ രേഖകളിൽ ഒരുപാട് തെറ്റുകളുണ്ടായിരുന്നു. എൻ്റെ കൂടെ വന്നവരെ അധികൃതർ തിരിച്ചയച്ചു. ഞാൻ ആ സമയം ഏഷ്യ 45:2 വചനം ഒരുപാട് തവണ ആവർത്തിച്ച് പറഞ്ഞ് അതിൻ്റെ ഫലമായി എൻ്റെ വെരിഫിക്കേഷൻ ഒരു തെറ്റുമില്ലെന്ന് പറഞ്ഞ് അവർ അപ്രൂവ് ചെയ്തു. ഡിഗ്രിക്ക് എനിക്ക് തൃപ്തിയില്ലാത്ത കോളേജിലാണ് ഞാൻ ചേർന്നത്. കർത്താവിൻ്റെ ശക്തമായ കരുത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുവാൻ അവിടെ നിങ്ങളെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും എന്ന വചനങ്ങൾ ഞാൻ ആവർത്തിച്ച് പറഞ്ഞ് കർത്താവ് എനിക്ക് NIT, കാലിക്കറ്റ്, ഇൻ്റഗ്രേറ്റഡ് MSc PhD മാത്തമാറ്റിക്സിന് അഡ്മിഷൻ തന്ന് അനുഗ്രഹിച്ചു.
കോളേജ് ഞങ്ങൾക്കൊരു മാത്സ് എക്സിബിഷൻ സംഘടിപ്പിക്കേണ്ടി വന്നു. എക്സിബിഷനിൽ ഞങ്ങൾക്ക് കോളേജ് ഓഡിറ്റോറിയം പകുതി കവർ ചെയ്യുന്നതിന് മാസ് ഉണ്ടാക്കണമായിരുന്നു. കസേര വെച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ഇതാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. 3 മണിക്കൂർ ശ്രമിച്ചിട്ട് അതിന് ഒരു നേരം മൂലം ഞങ്ങൾക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ഞാനും എൻ്റെ സുഹൃത്തും കൂടി എന്നെ ശക്തനാക്കുന്നതോടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും എന്ന വചനം ആവർത്തിച്ച് ചൊല്ലി 1/2 മണിക്കൂറിൽ ആ ഓഡിറ്റോറിയം മുഴുവൻ കവർ ചെയ്യാൻ ഞങ്ങൾക്ക് സാധിച്ചു. നോക്ക്, ധ്യാനം കഴിഞ്ഞ ഒരു കുട്ടി വീട്ടിൽ ചെന്ന് ഈ എഴുതപ്പെട്ട അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞങ്ങ് പ്രാർത്ഥിക്കും. ഒരു പ്രതിസന്ധി വന്നു, അപ്പോൾ വചനം പറഞ്ഞു, അപ്പോൾ ഒരു അഭിഷേകം കൊണ്ട് വ്യാപരിച്ച്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. 1, ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി നിറവേറപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. 2, ദൈവം നമുക്ക് വ്യക്തിപരമായി പലരിലൂടെയും നമ്മളിലൂടെ തന്നെ ചില നിശ്ചയങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. അത് നിറവേറാൻ വേണ്ടി ആവർത്തിച്ച് പ്രാർത്ഥിക്കണം. അതുകൂടാതെ ബൈബിളിൽ എഴുതപ്പെട്ട ഒരുപാട് അനുഗ്രഹത്തിൻ്റെ വചനങ്ങളുണ്ട്. ഇതെല്ലാം ആവർത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പണ്ട് തന്നെ ദൈവം തീരുമാനിച്ചതും നിരൂപിച്ചതുമായ ഒരുപാട് നമ്മളെക്കുറിച്ചുള്ള പദ്ധതികളും നിശ്ചയങ്ങളും അവിടുന്ന് നിറവേറ്റിക്കൊണ്ടിരിക്കുമെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ വചനങ്ങളിൽ വെളിപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയത്ത് ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. വചനങ്ങൾ തെരഞ്ഞുപിടിച്ച് കണ്ടുപിടിച്ച് പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ പദ്ധതി നിറവേറപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. 2 കരങ്ങൾ കർത്താവ് സ്ഥലം ഉയർത്തിപ്പിടിച്ച് ഈ ഒരു അഭിഷേകം ഞങ്ങൾ തുറന്നു തരണമെന്ന് ആഗ്രഹിച്ച് ആഗ്രഹത്തിനനുസരിച്ച് സ്വരം ഉയർത്തി എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഓ കർത്താവേ, പണ്ട് തന്നെ അങ്ങ് നിരൂപിച്ചതുമായ എന്നെക്കുറിച്ചുള്ള നിശ്ചയങ്ങൾ അവിടെ നിറവേറ്റുമെന്ന് വചനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ഓ ദൈവമേ, എനിക്ക് തന്നെ ലഭിച്ചതും മറ്റുള്ളവർ എനിക്ക് വെളിപ്പെടുത്തി നൽകിയതും അതുകൂടാതെ വചനത്തിൽ അങ്ങ് പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിറവേറപ്പെടാൻ വേണ്ടി കർത്താവെ മണിക്കൂറുകൾ പ്രാർത്ഥിക്കാനുള്ളൊരു പുതിയ അഭിഷേകം ഞങ്ങൾക്ക് തുറന്നു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇപ്പോൾ ഈ ശുശ്രൂഷയെ സംബന്ധിച്ചുകൊണ്ട് എളിമപ്പെട്ട കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവവൈദ്യന്റെ ജീവിതത്തെയും ഈ ഒരു അഭിഷേകാഗ്നി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ, മാറാനാത്ത. Come, Lord Jesus. സങ്കീർത്തനം 15 തിരുലിഖിതം. കർത്താവ് ദൈവമായുള്ള ജനത ഭാഗ്യമുള്ളത്. കർത്താവ് ദൈവമായുള്ള ജനത ഭാഗ്യമുള്ളത്. ഓ ദൈവമേ, ഞങ്ങൾ എത്രയോ അനുഗ്രഹീതരാണ് കർത്താവേ. അങ്ങാണല്ലോ ഞങ്ങളുടെ ദൈവം. ഞങ്ങൾ ഇതുവരെയുള്ള ജീവിതത്തിൽ അങ്ങ് ചൊരിഞ്ഞ ഒരുപാട് നന്മകളുണ്ട് കർത്താവേ. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ കൂടെ നടന്ന് പരിപാലിച്ച് ഞങ്ങളെ വഴി നടച്ച് കർത്താവേ, വീഴാവുന്ന ഒരുപാട് സാഹചര്യം ഞങ്ങളെ താങ്ങി ഞങ്ങളെ അനുഗ്രഹിച്ചുയർത്തി എല്ലാത്തിനും മഹത്വം അങ്ങേക്ക് സമർപ്പിക്കുകയാണ് കർത്താവേ. ഓ ദൈവമേ, ഞങ്ങളുടെ മേൽ അവിടുന്ന് ആശീർവാദത്തിന് കരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ മേഖലകളിലേക്ക് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവ്. ഇതുവരെ ഞങ്ങളെ താങ്ങുന്നതിന് എല്ലാ ഭാഗത്തും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കരങ്ങൾ ഉയർത്തി അതിരോഹത ഒരുപോലെ തുറന്ന് കർത്താവിനെ ഉറക്ക സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന. ഓ കർത്താവായ ദൈവമേ, ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റാതെ അടഞ്ഞിരിക്കുന്ന ഹൃദയങ്ങളിലേക്ക് ഇപ്പോൾ അവിടുത്തെ ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗക്കിടക്കയിൽ കിടന്നുകൊണ്ട് കർത്താവെ ശബ്ദം ഉയർത്താൻ പറ്റാതെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന രോഗികളിലേക്ക് ഇപ്പോൾ സൗഖ്യത്തിന്റെ ശക്തി അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, നിരാശയും സങ്കടവും ദുഃഖവും പോലും പ്രാർത്ഥിക്കാൻ പറ്റാത്ത വിധം ഓ ദൈവമേ, നിരാശപ്പെടുന്ന കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറയായി വംശമുള്ള അന്ധകാര പീഡകളെ ശാസിക്കുന്നു. യേശുവിന്റെ രക്തം വ്യാപരിക്കട്ടെ. യേശുവിന്റെ നാമം അയക്കുന്നു. അത്ഭുതന്റെ വിടുതലിന്റെ അഭിഷേകം വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന. യേശുവേ, യേശുവേ.